Good afternoon to all. Today I am going to teach promissory note and bill of exchange. In the previous class we learned that negotiable instrument is a document which contains some monetary value and is freely transferable. This negotiable act was established in 1881 and is come into force on 1st March 1882. There are three types of negotiable instruments: promissory note, bill of exchange, check. Today I am going to teach promissory note and bill of exchange. First we start with the promissory note. Promissory note is a written promise to pay a debt. It is a financial instrument in which one party, that is maker or issuer, promise in writing to pay a determinate sum of money to the other, the payee, either at a fixed time, future time, or on demand of the payee, subject to specific terms. ആ വേർഡിൽ പറയുന്ന പോലെ തന്നെ പ്രൊമിസറി നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോമിസാണ്, അൺകണ്ടീഷണൽ പ്രോമിസിനെയാണ് നമ്മൾ പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത്. ഈ പ്രൊമിസറി നോട്ട് എപ്പോഴും റിട്ടേൺ ഫോമിലായിരിക്കണം, ഹാൻഡ് റിട്ടണോ അല്ലെങ്കിൽ പ്രിൻറ്റഡ് ഫോമിലോ ആയിരിക്കണം. ഒരു സർട്ടൻ സം ഓഫ് മണി പേയ്മെൻറ്റ് നടത്താമെന്നാണ് ഈ പ്രൊമിസറി നോട്ടിൽ പറയുന്നത്. ഇത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൽ മേക്കർ എന്ത് ചെയ്യാണ്? പ്രോമിസ് കൊടുക്കുകയാണ് ഇൻ റൈറ്റിംഗ് ടു പേ എ സർട്ടൻ സം ഓഫ് മണി ടു ദി പേയീ ഐദർ അറ്റ് ഫിക്സഡ് ഫ്യൂച്ചർ ടൈം. അതായത് ഈ ഡോക്യുമെൻറ്റിൽ പ്രൊമിസറി നോട്ടിൽ ഇത് മേക്ക് ചെയ്യുന്ന ആൾ പ്രോമിസ് കൊടുക്കുകയാണ്, പേയിക്ക് പ്രോമിസ് കൊടുക്കുകയാണ്. അതായത് സർട്ടൻ സം ഓഫ് മണി ഒരു സർട്ടൻ പീരീഡിനുള്ളിൽ അല്ലെങ്കിൽ എപ്പോഴാണോ പേയി ആവശ്യപ്പെടുന്നത് ആ ടൈമിൽ അടച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോമിസ്, മേക്കർ കൊടുക്കുന്ന പ്രോമിസിനെയാണ് നമ്മൾ പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത്. ഈ പ്രൊമിസറി നോട്ട് എപ്പോഴും റിട്ടേൺ ഫോമിലായിരിക്കും. അതുപോലെ തന്നെ ഈ പ്രൊമിസറി നോട്ടിൽ രണ്ട് പാർട്ടീസാണുള്ളത്, അതായത് മേക്കർ ആൻഡ് പേയി. മേക്കർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹൂ മേക്ക് ദ പ്രൊമിസറി നോട്ട്. പ്രൊമിസറി നോട്ട് ഉണ്ടാക്കുന്നവരെയാണ് നമ്മൾ മേക്കർ എന്ന് പറയുന്നത്. ആ പ്രൊമിസറി നോട്ട് ആർക്കാണോ എഴുതുന്നത് അവരെയാണ് നമ്മൾ പേയി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊമിസറി നോട്ടിൽ 2 പേഴ്സൺസ് ആണുള്ളത്, ഡ്രോവർ ആൻഡ് പേയി. ഡ്രോവർ ആൻഡ് പേയി. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 സെക്ഷൻ 4. എ പ്രൊമിസറി നോട്ട് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് containing an unconditional undertaking signed by the maker to pay certain sum of money only or to the order of certain person or to the bearer of instrument. അതായത് പ്രൊമിസറി നോട്ട് എപ്പോഴും റൈറ്റൻ ഫോമിലായിരിക്കും. ഇതിൽ ഒരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്, അൺകണ്ടീഷണൽ ഓർഡറാണുള്ളത്. അത് സൈൻ ചെയ്യുന്നത്, അത് ഉണ്ടാക്കുന്ന ആൾ മേക്കറാണ് സൈൻ ചെയ്യേണ്ടത്. ആ മേക്കർ പറയുന്നത് സർട്ടൻ സം ഓഫ് മണി ഒരു സർട്ടൻ പീരീഡിന് ശേഷം അല്ലെങ്കിൽ എപ്പോഴാണോ പേയി ആവശ്യപ്പെടുന്നത് ആ സമയത്ത് റീഫണ്ട് ചെയ്തുകൊള്ളാം ആ സർട്ടൻ എമൗണ്ട്. അതാണ് ഈ പ്രൊമിസറി നോട്ടിൽ പറയുന്നത്. ഒന്നും കൂടി പറയാം, പ്രൊമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ ഫോം ആയിരിക്കും, എഴുതി ഉണ്ടാക്കുന്ന ഒരു അൺകണ്ടീഷണൽ ഓർഡർ റൈറ്റിംഗ് ആയിരിക്കും. അത് അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കും. എപ്പോഴും ഈ പ്രൊമിസറി നോട്ടിൽ സൈൻ ചെയ്യേണ്ടത് മേക്കറാണ്. ഈ മേക്കർ പ്രോമിസ് ചെയ്യാണ്, അതായത് സർട്ടൻ സം ഓഫ് മണി ഒന്നില്ലെങ്കിൽ പേയി എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടൈമിൽ കൊടുത്തുകൊള്ളാം എന്ന് പറയുന്ന ഒരു പ്രോമിസ് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് നമ്മുടെ പ്രൊമിസറി നോട്ട്. നമ്മുടെ സെക്ഷൻ 4 പ്രൊമിസറി നോട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒന്നും കൂടിയും പറയാം, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 സെക്ഷൻ 4 അനുസരിച്ച് പറയുന്നത് പ്രൊമിസറി നോട്ട് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിങ്ങിലായിരിക്കണം, കണ്ടെയ്നിങ് അൺകണ്ടീഷണലായിട്ടുള്ള പ്രോമിസുകളായിരിക്കണം, അത് സൈൻ ചെയ്യേണ്ടത് മേക്കർ ആയിരിക്കണം. അതിൽ പറയുന്നത് പേ എ സർട്ടൻ സം ഓഫ് മണി ഓൺലി ടു ഓർ ടു ദി ഓർഡർ ഓഫ് സർട്ടൻ പേഴ്സൺ ഓർ ബെയറർ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്.
Next we move to the essential characteristics of promissory note. It must be in writing. It is a promise to pay. Third point, the promise to pay must be unconditional. Fourth, the amount promised must be certain and definite sum of money. Fifth, the instrument must be signed by the maker. Sixth, the maker must be a certain person. 7. The person to whom the promise is made must be a definite person. 8. It should be payable on demand or after a certain sum of money. 9th, delivery of document is essential. 10th, it must be properly stamped as required by the Indian Stamp Act. First point, it must be in writing. As I already പ്രൊമിസറി നോട്ട്സ് എപ്പോഴും റിട്ടൺ ഫോമിലായിരിക്കും, അതായത് അത് എഴുതിയതോ അല്ലെങ്കിൽ പ്രിൻ്റഡ് ആയിരിക്കണം. അല്ലാതെ ഓറലായിട്ട് പറയുന്ന കോൺട്രാക്റ്റുകളെ നമ്മൾ നോട്ട്സുകളെ നമ്മൾ പ്രൊമിസറി നോട്ട് എന്ന് പറയില്ല. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ പ്രോമിസ് ടു പേ. തേർഡ് പോയിന്റ്, ദ പ്രോമിസ് ടു പേ മസ്റ്റ് ബി അൺകണ്ടീഷണൽ. പ്രൊമിസറി നോട്ടിൽ എപ്പോഴും ഐ പ്രോമിസ് ടു പേ അങ്ങനെ പറഞ്ഞാണ് ഇതുണ്ട്. ഇപ്പോൾ എ ബിക്ക് കൊടുക്കുകയാണെങ്കിൽ ഐ പ്രോമിസ് ടു പേ ബി, അങ്ങനെയാണ് ഐ പ്രോമിസ് ടു പേ ബി, അങ്ങനെയാണ് എഴുതേണ്ടത്. അതാണ് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ. ഫോർത്ത് പോയിന്റ്, ദ എമൗണ്ട് പ്രോമിസ്ഡ് മസ്റ്റ് ബി സർട്ടൺ ആൻഡ് എ ഡെഫിനിറ്റ് സം ഓഫ് മണി. ഫോർത്ത്, ദ എമൗണ്ട് പ്രോമിസ് മസ്റ്റ് ബി സർട്ടൺ. എത്ര എമൗണ്ടാണ് എന്ന് കൃത്യമായിട്ട് പ്രൊമിസറി നോട്ടിൽ മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ഫിഫ്ത്ത് പോയിന്റ്, ദ ഇൻസ്ട്രുമെൻറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദി മേക്കർ. The signature of the maker on the face of the note is the most essential feature. In the absence of the signature of the maker, an instrument cannot be called a promissory note. മേക്കറുടെ സിഗ്നേച്ചർ ഇല്ലാത്ത കേസിൽ ആ ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ പ്രൊമിസറി നോട്ട് എന്ന് പറയില്ല. ദെൻ സിക്സ്ത് പോയിന്റ്, ദ മേക്കർ മസ്റ്റ് ബി എ സർട്ടൺ പേഴ്സൺ. അതായത് ദ മേക്കർ ഓഫ് ദി നോട്ട് മസ്റ്റ് ബി ഡെഫിനിറ്റ്. The note must show on his face the person who is liable as a maker. He must be described by the name or destination. ഒന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ അയാളുടെ ഡെസിഗ്നേഷൻ അത് മെൻഷൻ ചെയ്തിരിക്കണം. സെവൻത്ത് പോയിന്റ്, the person to whom promise is made must be a definite person. ദ പേയി മസ്റ്റ് ബി എ സർട്ടൺ പേഴ്സൺ. ഒരു കൃത്യമായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം ഈ പേയി എന്ന് പറയുന്നത്. വെയർ ദ നെയിം ഓഫ് ദി പേയി ഈസ് നോട്ട് മെൻഷൻഡ് ആസ് എ പാർട്ടി, ദ ഇൻസ്ട്രുമെൻറ്റ് ബിക്കം ഇൻവാലിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതിൽ മേക്കറിൻ്റെ സിഗ്നേച്ചർ ഇല്ലെങ്കിൽ അത് ഇൻവാലിഡ് ആവും. അതുപോലെ തന്നെ അത് ഒരു ഡെഫിനിറ്റ്, ഒരു കൃത്യമായിട്ടൊരു വ്യക്തിയുടെ പേര് പ്രൊമിസറി നോട്ടിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതും ഇൻവാലിഡ് ആയിട്ട് തീരും. നെക്സ്റ്റ് 8th point, it should be payable on demand or after a certain sum of money. അതായത് ഒന്നില്ലെങ്കിൽ അയാൾക്ക് ഡിമാൻഡ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടൈം പീരീഡിന് ശേഷം ആ എമൗണ്ട് പേയ്മെൻറ്റ് നടത്താം. 9th, ഡെലിവറി ഓഫ് ഡോക്യുമെൻ്റ് ഈസ് എസെൻഷ്യൽ. അതായത് ഇപ്പം എ ബിക്ക് ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കരുത്. എന്ത് ചെയ്യണം, ആ ഡോക്യുമെൻ്റ് ബിക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിലും അത് പ്രൊമിസറി നോട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്യില്ല. 10th point is it must be properly stamped as required by the Indian Stamp Act. അതായത് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്റ്റിൽ പറഞ്ഞതനുസരിച്ച് അത് പ്രോപ്പറായിട്ട് സ്റ്റാമ്പ് ചെയ്തിരിക്കണം. അതും എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രൊമിസറി നോട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന രേഖകൾ മാത്രമേ നമ്മൾ പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് എ പ്രോമിസ് ടു പേ. തേർഡ്, ദ പ്രോമിസ് ടു പേ മസ്റ്റ് ബി അൺകണ്ടീഷണൽ. Fourth, the amount promised must be certain and a definite sum of money. The instrument must be signed by the maker. The maker must be a certain person. 7th, the person to whom the promise is made must be a definite person. 8th, it should be payable on demand or after a certain sum of money. 9th, delivery of document is essential. 10th, it must be properly stamped as required by the Indian Stamp Act. നെക്സ്റ്റ് വേണ്ടത് പാർട്ടീസ് ടു പ്രൊമിസറി നോട്ട്. ബേസിക്കലി 2 പാർട്ടി മാത്രമേ പ്രൊമിസറി നോട്ടിൽ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് പറയുന്നത് ദ മേക്കറും ദ പേയി. ആരാണ് മേക്കർ?
ദ പേഴ്സൺ ഹൂ മേക്ക് എ പ്രൊമിസറി നോട്ട് ഈസ് കോൾഡ് മേക്കർ. ആരാണോ പ്രൊമിസറി നോട്ട് ഉണ്ടാക്കുന്നത് അവരെയാണ് നമ്മൾ മേക്കർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ പേയി. പേയി ഈസ് ദ പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഈസ് പേയബിൾ. ആർക്കാണ് എമൗണ്ട് പേ ചെയ്യാനുള്ളത് അവരെയാണ് നമ്മൾ പേയി എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രൊമിസറി നോട്ട് ബൈ പേയി ആൻഡ് അതർ പാർട്ടീസ് ഇൻവോൾവ്. ഇപ്പോൾ ട്രാൻസ്ഫറിൻ്റെ കേസാണെങ്കിൽ രണ്ട് പാർട്ടികൾ വേറെ വരും. അതായത് എൻഡോസറും എൻഡോസി. എൻഡോസർ ആൻഡ് എൻഡോസി. എൻഡോസർ ഈസ് എ പേഴ്സൺ ഹൂ എൻഡോസസ് ദ നോട്ട് ഇൻ ഫേവർ ഓഫ് അനദർ പേഴ്സൺ. എൻഡോസ് ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ എൻഡോസർ എന്ന് പറയുന്നത്. എൻഡോസി ഈസ് ദ പേഴ്സൺ ഇൻ ഹൂസ് ഫേവർ ദ നോട്ട് ഈസ് നെഗോഷിയേറ്റഡ് ബൈ ദി എൻഡോസ്മെൻറ്റ്. എൻഡോസ്മെൻറ്റിൽ നെഗോഷിയേറ്റ് ചെയ്ത പേഴ്സണെയാണ് നമ്മൾ എൻഡോസി എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടി എന്ന് പറയുമ്പോൾ മേക്കറും പേയുമാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊമിസറി നോട്ടിൽ മീനിങ്, ഡെഫിനിഷൻ, എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, പാർട്ടീസ് ഓഫ് പ്രൊമിസറി നോട്ട് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് a written acknowledgement of the debt written by the creditor and is accepted by the debtor. It is a draft before its acceptance. നമ്മൾ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വേണ്ടി സൂചിപ്പിക്കുന്ന പോലെ ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്യുക, അതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ആസ് പെർ സെക്ഷൻ 5 ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സെക്ഷൻ 5ലാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരുന്നത്. ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ്. നമ്മൾ പറഞ്ഞു ഏത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയാലും അത് എഴുതി ഉണ്ടാക്കിയതായിരിക്കണം. ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്ൻ ആൻ അൺകണ്ടീഷണൽ ഓർഡർ സൈൻഡ് ബൈ ദി മേക്കർ ഡയറക്റ്റിംഗ് എ സർട്ടൻ പേഴ്സൺ ടു പേ എ സർട്ടൻ സം ഓഫ് മണി to the order of certain person or to the bearer of the instrument. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഒരു സർട്ടൻ എമൗണ്ട് പേ ചെയ്യണം എന്നുള്ള ഓർഡറാണ് കൊടുക്കുന്നത്. പ്രൊമിസറി നോട്ടിൽ ഒരു പ്രോമിസ് ആണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഓർഡറാണ് കൊടുക്കുന്നത്. നമ്മൾ ഒന്നുകൂടി നോക്കാം. ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ്, എഴുതി ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. അതിൽ അൺകണ്ടീഷണൽ ഓർഡേഴ്സായിരിക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് സൈൻ ചെയ്യുന്നത് മേക്കർ ആയിരിക്കും. ഡയറക്റ്റിംഗ് എ സർട്ടൻ പേഴ്സൺ ടു പേ, സർട്ടൻ പേഴ്സൺ വേറൊരാൾക്ക് നിശ്ചിത എമൗണ്ട് കൊടുക്കാമെന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒന്നുകൂടി നോക്കാം. ആസ് പെർ സെക്ഷൻ 5 ഓഫ് ദി ബിൽ ഓഫ് എക്സ്ചേഞ്ച് is an instrument in writing containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only to or to the order of certain person or to the bearer of the instrument. പ്രൊമിസറി നോട്ടിൽ പ്രൊമിസ് ആണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഓർഡറാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് എസെൻഷ്യൽസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നമ്മൾ ആദ്യത്തെ എസെൻഷ്യലിൽ പറയുന്നത് നമ്പർ ഓഫ് പാർട്ടീസ്. എത്ര പേഴ്സൺസ് ഉണ്ടാവും ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ. നമ്മൾ ഓൾറെഡി പ്രൊമിസറി നോട്ടിൽ 2 പേരാന്ന് പറഞ്ഞു, മേക്കറും പേയും അല്ലേ. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരുമ്പോൾ നമ്പർ ഓഫ് പാർട്ടീസ് 3 ഉണ്ടാവും, 3 പേരുണ്ടാവും. അതായത് ഡ്രോവർ, ഡ്രോയി, പേയി. ഡ്രോവർ, ഡ്രോയി, പേയി. Sometimes the drawer and payee can be one and the same person. ചില കേസിൽ ഡ്രോവറും പേയും ഒരാളായിരിക്കും. 3 പേര് ഡ്രോവർ, ഡ്രോയി, പേയി. ചില കേസുകളിൽ ഡ്രോയറും പേയും ഒരാൾ തന്നെയായിരിക്കും. സെക്കൻഡ് ഫീച്ചറിൽ പറയണത് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. ഞാൻ പറഞ്ഞിരുന്നു ഏത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയാലും പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ചെക്ക് ആണെങ്കിലും അത് റിട്ടേൺ ഫോമിലായിരിക്കും. അതുപോലെ തന്നെ എത്ര ഫിനാൻസ് എത്ര, അതായത് മോണിറ്ററി വാല്യൂ അതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദ ഡ്രോവർ. ഡ്രോവർ സൈൻ ചെയ്യാത്ത ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇൻവാലിഡ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദി ഡ്രോവർ. ഡ്രോവർ നിർബന്ധമായിട്ടും അതിൽ സൈൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് എക്സ്പ്രസ് ഓർഡർ ടു പേ. എക്സ്പ്രസ് ഓർഡർ ടു പേ. ദിസ് ഈസ് ദ എസൻസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ദസ് മസ്റ്റ് ബി ആൻ ഓർഡർ by the drawer to the drawee to pay.
ദ ഓർഡർ മസ്റ്റ് ബി എ കമൻറ്റ് ആൻഡ് നോട്ട് ആൻ എക്സസീവ് റിക്വസ്റ്റ്. ഒരു റിക്വസ്റ്റോ പ്രോമിസോ അല്ല നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ. അതിലെന്താ ഓർഡറാണ് വലുത്. അതാണ് പറയുന്നത് എക്സ്പ്രസ് ഓർഡർ ടു പേ. നെക്സ്റ്റ് 5th പോയിന്റ്, ഓർഡർ മസ്റ്റ് ബി അൺകണ്ടീഷണൽ. ദ ഓർഡർ to pay must be unconditional. The order of the payment of bill must not depend on contingent event. A conditional bill of exchange is ഇൻവാലിഡ്. അതായത് നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ആയിരിക്കണം. ഇപ്പോൾ എന്തെങ്കിലും കണ്ടീഷണൽ ആക്ടിവിറ്റീസ് വന്നു കഴിഞ്ഞാൽ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇൻവാലിഡ് ആണ്. നെക്സ്റ്റ്, ഓർഡർ ടു പേ മണി ഓൺലി. ഓർഡർ ടു പേ money only. Just as promissory note, the instrument must be for money. നമ്മൾ ക്യാഷായിട്ട് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി രീതികളിലൊന്നും ബിൽ ഓഫ് എക്സ്ചേഞ്ചിലോ പ്രൊമിസറി നോട്ടിലോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ക്യാഷിൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് 7th പോയിന്റ്, സം പേയബിൾ ടു ബി സർട്ടൺ. അതായത് കൃത്യമായിട്ട് സർട്ടൺ ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ മണി നമ്മൾ പേയ്മെൻറ്റ് നടത്താവൂ. The amount payable must be certain. There should be no ambiguity in the amount to be paid through the bill of exchange. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ കറക്റ്റായിട്ട് എമൗണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഏതൊരു വ്യക്തിക്കാണോ പേയ്മെൻറ്റ് നടത്തുന്നത് ആ വ്യക്തിയുടെ പേര് കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരു കമ്പനിയാണെങ്കിൽ കമ്പനി, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ജോയിൻ സ്റ്റോക്ക് കമ്പനി, ഏതായാലും അതിൻ്റെ പേര് അതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് 8th പോയിന്റ്, പാർട്ടീസ്. The drawer, drawee and the payee are the parties in bill of exchange. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഡ്രോവർ, ഡ്രോയി, പേയി. സർട്ടൻ കേസിൽ ഡ്രോവറും പേയും ഒരാൾ തന്നെയായിരിക്കും. അതാണ് പാർട്ടീസിൽ വരുന്നത്. നെക്സ്റ്റ്, മസ്റ്റ് ബി സൈൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രോവർ the instrument is complete only when it is signed by the drawer and drawee. രണ്ടുപേരും സൈൻ ചെയ്താൽ മാത്രമേ നമ്മൾ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ വാലിഡ് എന്ന് പറയുള്ളൂ. ഡ്രോവറും ഡ്രോയും സൈൻ ചെയ്യണം, അല്ലെങ്കിൽ ആ ഡോക്യുമെൻ്റ്, ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഇൻവാലിഡ് ആണ്. നെക്സ്റ്റ്, ആക്സെപ്റ്റൻസ്. ഇറ്റ് മസ്റ്റ് ബി ആക്സെപ്റ്റഡ് ബൈ ദി ഡ്രോയി ബൈ പുട്ടിങ് ഹിസ് സിഗ്നേച്ചർ ഓൺ ഹിസ് ഫേസ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഡ്രോയി അയാളുടെ സിഗ്നേച്ചർ ഫേസ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റിൽ ഇട്ടാൽ മാത്രമേ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇറ്റ് മസ്റ്റ് ബി ആക്സെപ്റ്റഡ് ബൈ ദി ഡ്രോയി ബൈ പുട്ടിങ് ഹിസ് സിഗ്നേച്ചർ ഓൺ ദ ഫേസ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് വിത്ത് ഓർ വിത്തൗട്ട് ദ വേർഡ് ആക്സെപ്റ്റഡ്. ആക്സെപ്റ്റഡ് എന്നുള്ള വേർഡ് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഫേസിൽ അയാൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റൻസ് ചെയ്ത പോലെയായി. നെക്സ്റ്റ്, മസ്റ്റ് ബിയർ ദ സ്റ്റാമ്പ്. നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് 1899 അനുസരിച്ച് ബിൽ ഓഫ് എക്സ്ചേഞ്ചുകളെല്ലാം പ്രോപ്പർലി സ്റ്റാമ്പ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, അതർ ഫോർമാലിറ്റീസിൽ വരുന്നത് ഡേറ്റ്, പ്ലേസ്, കൺസിഡറേഷൻ എക്സെട്ര ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അതായത് പ്ലേസ് എവിടെയാണ്, ഡേറ്റ്, കൺസിഡറേഷൻ, എത്ര എമൗണ്ടാണ് കൊടുക്കാനുള്ളത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പം നമ്മൾ പഠിച്ചത് എസെൻഷ്യൽസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഫസ്റ്റ്, നമ്പർ ഓഫ് പാർട്ടീസിൻ്റെ കാര്യം. നെക്സ്റ്റ്, മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദ ഡ്രോവർ. എക്സ്പ്രസ് ഓർഡർ ടു പേ. 5th, ഓർഡർ മസ്റ്റ് ബി അൺകണ്ടീഷണൽ. 6th, ഓർഡർ ടു പേ മണി ഓൺലി. 7th, സം പേയബിൾ ടു ബി സർട്ടൻ. 8th, പാർട്ടീസ് മസ്റ്റ് ബി സൈൻഡ്. 10th, acceptance. 11th, must bear the stamp. 12, other formalities. Next, parties to the bill of exchange. Mainly 3 പാർട്ടിയാണുണ്ടാവുക, ഡ്രോവർ, ഡ്രോയി, പേയി. ചില സിറ്റുവേഷനിൽ ആക്സെപ്റ്റർ, എൻഡോസർ, എൻഡോസി, ഹോൾഡർ, ആക്സെപ്റ്റർ ഫോർ ഓണർ, ഇത്രയും പേരും കൂടിയും പാർട്ടീസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരും. ഡ്രോവർ, ഡ്രോയി, പേയി, ആക്സെപ്റ്റർ, എൻഡോസർ, എൻഡോസി, ദ ഹോൾഡർ, ആക്സെപ്റ്റർ ഫോർ ഓണർ, ഇത്രയും പാർട്ടികൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരും. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ആക്സെപ്റ്റൻസ്. എന്താണ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതുന്നത് ഡ്രോവറാണ്. ഇപ്പോൾ
ഡ്രോയി അത് ആ എമൗണ്ട് ആ ടൈമിൽ പേയ്മെൻറ്റ് നടത്താൻ റെഡി ആണെങ്കിൽ അയാൾ ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആക്സെപ്റ്റഡ് എന്ന് എഴുതാണ്ടോ സിഗ്നേച്ചർ ഇടും, അയാളുടെ ഡ്രോയിയുടെ സിഗ്നേച്ചർ ഇടും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിനെ ആക്സെപ്റ്റൻസ് എന്നാണ് പറയണത്. നമുക്ക് നോക്കാം. ഡ്രോയർ ഈസ് ദ ബയർ ഓഫ് ദി ഗുഡ്സ് അപ്പോൺ ഹും ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡ്രോൺ. ഡ്രോയർ ഈസ് ദ ബയർ ഓഫ് ഗുഡ്സ്. ഇഫ് ദ ഡ്രോയി ഈസ് റെഡി ടു മേക്ക് പേയ്മെൻറ്റ് ഓൺ ഡ്യൂ ഡേറ്റ്, ഡ്രോയി ആ കറക്റ്റ് ടൈമിൽ പേയ്മെൻറ്റ് നടത്താമെന്ന് പറയുകയാണെങ്കിൽ ഹീ ഹാസ് ടു റൈറ്റ് ദ വേർഡ് ആക്സെപ്റ്റഡ്. അങ്ങനെയെന്ന് വെച്ചാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കണം. ആഫ്റ്റർ റൈറ്റിംഗ് ദ വേർഡ് ആക്സെപ്റ്റഡ് ആൻഡ് പുട്ടിംഗ് സിഗ്നേച്ചർ, ആക്സെപ്റ്റഡ് എന്ന് എഴുതി അതിൽ സിഗ്നേച്ചർ ഇട്ട ശേഷം ഡ്രോയി ഓഫ് ദി ബിൽ ഈസ് നോൺ ആസ് ആക്സെപ്റ്റർ ദ പ്രോസസ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ റൈറ്റിംഗ് ദ വേർഡ് ആക്സെപ്റ്റഡ് ആൻഡ് പുട്ടിംഗ് സിഗ്നേച്ചർ ദ ഡ്രോയി ഓഫ് ദി ബിൽ ഈസ് നോൺ ആസ് ആക്സെപ്റ്റർ. അയാളെയാണ് നമ്മൾ ഡ്രോയിനെയാണ് നമ്മൾ ആക്സെപ്റ്റർ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ആക്സെപ്റ്റൻസ് എന്ന് പറയും. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രൊമിസറി നോട്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രൊമിസറി നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ 7 ബേസിസിൽ നോക്കണ്ടേ. അതായത് പാർട്ടീസിലുള്ള ഡിഫറൻസ്, കണ്ടെയ്ൻസിലുള്ള വ്യത്യാസം, മേക്കർ, ലയബിലിറ്റി ഓഫ് ദി മേക്കർ, ആക്സെപ്റ്റൻസ്, ഇമീഡിയറ്റ് റിലേഷൻ ബൈ ദ മേക്കർ, നോട്ടീസ് ഓഫ് ഡിസോണർ. അപ്പോൾ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രൊമിസറി നോട്ടും ചെക്ക് വരുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ 2 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രൊമിസറി നോട്ടും. ഫസ്റ്റത്തെ പാർട്ടീസ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു, പ്രൊമിസറി നോട്ടിൽ 2 പാർട്ടീസാണ് ഉണ്ടാവുന്നത്. പ്രൊമിസറി നോട്ടിൽ 2 പേരാണ് വരുന്നത്, മേക്കറും അതുപോലെ പേയും. ബിൽ ഓഫ് എക്സ്ചേഞ്ച് 3 പേര്, ഡ്രോവർ, ഡ്രോയി, പേയി 3 പേര്. നെക്സ്റ്റ്, കണ്ടെയ്ൻസ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അൺകണ്ടീഷണൽ ഓർഡറാണ് ഇപ്പോഴും ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്നത്. പ്രൊമിസറി നോട്ടിൽ പ്രോമിസാണ്. അൺകണ്ടീഷണൽ പ്രോമിസും ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അൺകണ്ടീഷണൽ ഓർഡറാണ് വരുന്നത്. ഒന്നുകൂടി പറയാം, കണ്ടെയ്ൻസ് അൺകണ്ടീഷണൽ ഓർഡർ വരുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലും പ്രോമിസ് വരുന്നത് പ്രൊമിസറി നോട്ടിലുമാണ്. നെക്സ്റ്റ്, മേക്കർ. ആരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുക? ക്രെഡിറ്ററാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുക. പ്രൊമിസറി നോട്ട് ഉണ്ടാക്കുന്നത് ഡെപ്റ്ററാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് മേക്ക് ചെയ്യുന്നത് ക്രെഡിറ്ററും പ്രൊമിസറി നോട്ട് മേക്ക് ചെയ്യുന്നത് ഡെപ്റ്ററുമാണ്. നെക്സ്റ്റ്, ലയബിലിറ്റി ഓഫ് ദി മേക്കർ. ലയബിലിറ്റി ഓഫ് ദി മേക്കർ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ മേക്കറിൻ്റെ ലയബിലിറ്റി സെക്കൻഡറി ആൻഡ് കണ്ടീഷണലാണ്. സെക്കൻഡറി ലയബിലിറ്റി മാത്രമേ മേക്കർക്കുള്ളൂ. പ്രൊമിസറി നോട്ടിൽ പ്രൈമറി ആൻഡ് അബ്സല്യൂട്ട് ലയബിലിറ്റി ആണുള്ളത്. പ്രൈമറി ആൻഡ് അബ്സല്യൂട്ട് ലയബിലിറ്റി. നെക്സ്റ്റ്, 5th പോയിന്റ്, ആക്സെപ്റ്റൻസ്. റിക്വയർ ആക്സെപ്റ്റൻസ് ബൈ ദി ഡ്രോയി ആക്സെപ്റ്റൻസ് റിക്വയർ ചെയ്യും. പ്രൊമിസറി നോട്ടിൽ അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ്, 6th പോയിന്റ്, ഇമീഡിയറ്റ് റിലേഷൻ ബൈ ദ മേക്കറുമായിട്ട് ഇമീഡിയറ്റ് റിലേഷൻ എങ്ങനെയെന്ന്. വിത്ത് ദ ആക്സെപ്റ്റർ ആൻഡ് നോട്ട് ദ പേയി. ആക്സെപ്റ്ററായിട്ടാണ്, അല്ലാണ്ട് പേയു ആയിട്ടല്ല. പ്രൊമിസറി നോട്ടിൽ പേയി ആയിട്ടാണ് ഡയറക്റ്റ് റിലേഷൻ വരുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ആക്സെപ്റ്ററായിട്ടും പ്രൊമിസറി നോട്ടിൽ പേയി ആയിട്ടാണ്. നെക്സ്റ്റ്, 7th പോയിന്റ്, നോട്ടീസ് ഓഫ് ഡിസോണർ. നോട്ടീസ് ഓഫ് ഡിസോണർ ആർക്കാണ് കൊടുക്കുക? ഇപ്പോൾ എന്തെങ്കിലും ഓണർ ആയില്ലെങ്കിൽ അതിൻ്റെ നോട്ടീസ് ആർക്ക് കൊടുക്കും? ഗീവൻ ടു ഓൾ പാർട്ടീസ് ഹു ആർ ടു ബി മെയ്ഡ് ലൈബിൾ ടു പേ. ആരൊക്കെയാണോ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ലൈബിൾ ഉള്ളത് അവർക്ക് എല്ലാവർക്കും എന്ത് കൊടുക്കും? നോട്ടീസ് ഓഫ് ഡിസോണർ. പ്രൊമിസറി നോട്ടിൽ അങ്ങനെ ഒരു നോട്ടീസ് ഓഫ് ഡിസോണർ നോ നോട്ടീസ് ഈസ് റിക്വയർഡ് ടു ദി മേക്കറിന് അങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രൊമിസറി നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കിയത്. പാർട്ടീസിൻ്റെ കാര്യം വരുമ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പാർട്ടീസും പ്രൊമിസറി നോട്ടിൽ 2 പാർട്ടീസാണുള്ളത്. സെക്കൻഡ്, കണ്ടെയ്ൻസിൽ അൺകണ്ടീഷണൽ ഓർഡറാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ. പ്രൊമിസറി നോട്ടിൽ അൺകണ്ടീഷണൽ പ്രോമിസാണ് വരുന്നത്. നെക്സ്റ്റ്, മേക്കറിൽ മേക്ക് ചെയ്യുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് മേക്ക് ചെയ്യുന്നത് ക്രെഡിറ്ററും
പ്രൊമിസറി നോട്ട് ഡെപ്റ്ററാണ് മേക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ലയബിലിറ്റി ഓഫ് ദി മേക്കർ. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ലയബിലിറ്റി എന്ന് പറയുന്നത് സെക്കൻഡറി ആൻഡ് കണ്ടീഷണലാണ്. പ്രൊമിസറി നോട്ടിൻ്റെ പ്രൈമറി ആൻഡ് അബ്സല്യൂട്ടാണ് ലയബിലിറ്റി. നെക്സ്റ്റ് ആക്സെപ്റ്റൻസ്. ആക്സെപ്റ്റൻസിൽ റിക്വയർ ആക്സെപ്റ്റൻസ് ബൈ ദി ഡ്രോയി ഇൻ കേസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നോ സച്ച് ആക്സെപ്റ്റൻസ് ഈസ് മെയ്ഡ് ഇൻ കേസ് ഓഫ് പ്രൊമിസറി നോട്ട്. നെക്സ്റ്റ് ഇമീഡിയറ്റ് റിലേഷൻ ബൈ ദി മേക്കർ വിത്ത് ദി ആക്സെപ്റ്റർ ആൻഡ് നോട്ട് ടു ദി പേയി ആയിട്ടല്ല, പ്രൊമിസറി നോട്ടിൽ വിത്ത് ദ പേയി ആയിട്ടാണ് കൂടുതൽ റിലേഷൻ വരുന്നത്. 7th നോട്ടീസ് ഓഫ് ഡിസോണർ. നോട്ടീസ് ഓഫ് ഡിസോണർ എന്നൊരു കാര്യം ഏതിൽ വരുന്നില്ല, പ്രൊമിസറി നോട്ടിൽ, പക്ഷേ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഈ ഒരു കേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രൊമിസറി നോട്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്നും പ്രൊമിസറി നോട്ട് എന്താണെന്നും ഡിഫറൻസും ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പഠിച്ചോളൂ. ഓക്കെ, താങ്ക് യു.